ഭീമ ഗോൾഡ് ചമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചെമ്പൂക്കാവിലെ ദീപ്സ് സ്പാ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ബ്യൂട്ടീഷ്യനും ഓണറുമായ പ്രദീപേട്ടനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം പ്രദീപ്. നമസ്കാരം. എന്താണ് ഈ ഒരു ദീപ്സ് ബ്യൂട്ടി സ്പാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണ ബ്യൂട്ടി പാർലറിൽ നിന്നും ദീപ്സ് ബ്യൂട്ടി സ്പാക്ക് എന്താണ് പ്രത്യേകത? സാധാരണ പാർലർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൂടാതെ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന സ്കിൻ ലൈറ്റനിങ്, സ്കിൻ വൈറ്റനിങ്, പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ്. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ആണ്. അതുപോലെ കഷണ്ടി, ബാൾനെസ് എന്ന ട്രീറ്റ്മെന്റ്, ഹെയർ ഫോളിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി സ്പാ ട്രീറ്റ്മെന്റ്സ്, തൈ, ഷിയാസ്, ലോമിലൊക്കെ തുടങ്ങിയുള്ള ട്രീറ്റ്മെന്റ്സ്, ബോഡി പോളിഷൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു സ്പാനിലോട്ട് വരുന്നത്? അതെ അതെ. ഇത് എത്ര നാളുകളോടും എടുക്കും ഇത്രയും ട്രീറ്റ്മെന്റ്സുകൾ കംപ്ലീറ്റ് ആകാൻ? സ്കിന്നിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാം. ഒരു 2-3 സിറ്റിംഗ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. മിനിമം ഒരു 1-2-3 സിറ്റിങ്ങുകളൊക്കെയാണ് എഫക്റ്റീവ് കണ്ടു തുടങ്ങുക. പിന്നെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് എത്ര സിറ്റിങ്ങാണ് നമ്മളതിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ട്. യൂണിസെക്സ് ഒരു ബ്യൂട്ടി സ്പാ ആൻഡ് ക്ലിനിക് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ഇവിടെ ഒരു സാധാരണയായി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് മുൻപേ കുട്ടി അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടാണ് ഇവിടെ വരാറ്. ഓക്കെ, സ്ഥിരം കസ്റ്റമേഴ്സ് താങ്കൾക്ക് എന്തായാലും സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് അടുത്ത സിറ്റിംഗിനനുസരിച്ച് ഡേറ്റ് നമ്മൾ കൊടുക്കും. ആ ഡേറ്റ് അതനുസരിച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സങ്കല്പത്തിലോട്ട് ഈ ഒരു ബ്യൂട്ടി സ്പാ കൊണ്ടുപോകാനായിട്ട് വരുന്നത്? നോർമലി ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത സ്റ്റാഫുകളൊക്കെയാണ് പല പാർലറുകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയ നല്ലൊരു വളരെ ടെക്നിക്കലായിട്ട് ഇതിൻ്റെ വശങ്ങൾ അറിയുന്ന ഒരു എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടോട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്കിന്നിൻ്റെ ഹെയറിന് ട്രീറ്റ്മെൻറ്റ്സ്, സ്കിന്നിൻ്റെ ഹെയർ സ്ട്രക്ചർ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്, മെഷീനറീസ് ഒക്കെ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതെല്ലാം ക്ലയൻറ്റിനെ കൊണ്ട്, സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെഷീനറീസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. 100% റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് അക്രഡിറ്റേഷനും കൂടി ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. വേൾഡ് വൈഡ് നമുക്ക് അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. എന്തൊക്കെ കോഴ്സുകളാണ് സാധാരണയായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് ഡിപ്ലോമ കോഴ്സസ് ആണ്. 3 to 6 months ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് ഹെയർ ഡ്രസ്സിംഗ് എന്നുള്ള കോഴ്സ് വരുന്നുണ്ട്. ഡിപ്ലോമ ഇൻ സ്പാ മാനേജ്മെന്റ് വരുന്നുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള കോഴ്സ് വരുന്നുണ്ട്. ഫേഷ്യൽ തെറാപ്പിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഇത്തരം കോഴ്സുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ബ്യൂട്ടീഷ്യൻസിന് അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സലൂണിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സൺഡേ ബാച്ച്, ട്യൂസ്ഡേ ബാച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ഇതിന് എലിജിബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ആയാലും ഒരു വീട്ടമ്മ ആയാലും നമുക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട്, കോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ എന്ത് ടൈപ്പ് ഓഫ് ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കാണാനുള്ളത്? ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കിൻ ലൈറ്റനിങ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. സ്കിന്നിന് വളരെയധികം ഷൈനിങ് തരുന്ന ഒരു ട്രീറ്റ്മെന്റും ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് തരുന്ന ഒരു ട്രീറ്റ്മെന്റും ആണ്. എങ്ങനെയുള്ള കസ്റ്റമേഴ്സ്, എങ്ങനെയുള്ള ഒരു സ്കിൻ കാറ്റഗറീസ്? ഓൾ ടൈപ്പ് സ്കിൻ ട്രീറ്റ്മെന്റ് ആണ്. ഒരു കോമ്പിനേഷൻ ഓഫ് 2-3 ട്രീറ്റ്മെന്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലോഷനിൽ എന്താണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പിമ്പിൾസ് ആണെങ്കിൽ പിമ്പിൾസിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നോർമൽ ഷൈനിങ് ആൻഡ് ഫെയർനെസ് എല്ലാ ടൈപ്പ് സ്കിന്നിനും ലഭിക്കുന്നതാണ്. ഇന്നത്തെ ഫേഷ്യൽ സെഗ്മെന്റിലോട്ട് നമുക്ക് കിടക്കാം. എന്താണ് സ്കിൻ ലൈറ്റനിങ് തെറാപ്പി? സ്കിൻ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് സ്കിന്നിലെ ഡാർക്ക്നെസ്, പിമ്പിൾസ്, സ്കാർസ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിട്ടുണ്ട്. നോർമലി നല്ല സ്കിന്നുകളാണ് നമ്മൾ കാണാറ്. ഇത്തരം സ്കിന്നിന് ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കാൾ കൂടുതലായി ചില സമയത്ത് ഓയിലിയായി പിമ്പിൾസ് വരാനൊക്കെ ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നോർമൽ സ്കിൻ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്നുകളാണെങ്കിൽ വളരെയധികം ഷൈനിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്. എന്ത് ടൈപ്പ് ഓഫ് സ്കിന്നിനാണ് അത് കൂടുതലായിട്ട്? ഇത് പൊതുവായി ചെയ്യുന്നത് നോർമൽ സ്കിന്നിനാണ്. നോർമൽ സ്കിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്കിന്നായിരിക്കും. അപ്പോൾ ഒരു പോളിഷിങ് ഇഫക്റ്റ്, കൂടുതൽ ഷൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. ഡാർക്ക്നെസ്, സ്കിൻ ടാനിങ്, അപ്പോൾ പിമ്പിൾസ്, സ്കാർസിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് അത് ക്ലെൻസർ അപ്ലൈ ചെയ്യാം. ക്ലെൻസർ സ്റ്റാർട്ടർ ആണല്ലോ. അതെ, സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്.
സാധാരണ നമ്മൾ ക്ലെൻസിങ് എന്തിനു വേണ്ടിയാണ് ശരിക്കും? ക്ലെൻസിങ് ഡീപ്പായിട്ട് അടിഞ്ഞു കിടക്കുന്ന ടോക്സിൻസിനെ അതുപോലെയുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ നീക്കം ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു ഫേസിനും അല്ലെങ്കിൽ ഏതൊരു സ്കിന്നിനും നമുക്ക് ക്ലെൻസിങ്? ഏത് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ക്ലെൻസിങ് ചെയ്തിരിക്കണം. ക്ലെൻസിങ് കംപ്ലീറ്റ് ആയി തുടച്ചു മാറ്റും. ക്ലെൻസിങ്ങിന് ശേഷം നമ്മൾ എന്തായിരിക്കും സാധാരണ? ക്ലെൻസിങ്ങിന് ശേഷമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് സ്കിൻ ലൈറ്റനിങ് സീറം ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ സീറത്തിലാണ് കൂടുതലായിട്ട് സ്കിന്നിൻ്റെ ഷൈനിങ് ഒക്കെ. സിറം എങ്ങനെയാണ് നമ്മൾ സാധാരണ? സീറം നമ്മൾ ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. ഇതാണ് സ്കിൻ ലൈറ്റനിങ് സീറമാണ്. ഒരു 2-3 ml ആണ് ഒരാൾക്ക് ആവശ്യം. ഈ സിറം നമ്മൾ മേടിക്കുകയാണെങ്കിൽ സാധാരണ നമുക്കിത് വീട്ടിലിരുന്നിട്ട് ചെയ്യാനായിട്ട് ഇത് വളരെ നമുക്കൊരു എഫിഷ്യൻസി ആവശ്യമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഓരോ സ്കിന്നിനനുസരിച്ചിട്ടാണ് സിറം അപ്ലൈ ചെയ്യേണ്ടത്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും ഈ ഒരു സിറം അപ്ലിക്കബിൾ ആണോ? അതോ ഓരോ സ്കിന്നിനനുസരിച്ച് മിക്സിങ്ങിൽ വ്യത്യാസം വരും. മിക്സിംഗിൽ വ്യത്യാസം? പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ പിമ്പിൾസിനുള്ള സിറം കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് എന്ത് ടൈപ്പ് ഓഫ് സിറാണ് നമ്മളിപ്പോൾ? ഇത് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്ട്സ് ആണ്. അത് എന്ത് ടൈപ്പ് ഓഫ് സ്കിന്നാണ് സാധാരണ? നോർമലി ഓൾ ടൈപ്പ് സ്കിന്നാണ് ഇതിൻ്റെ ബേസിക് വരുന്നത്. പിന്നീട് നമ്മൾ വൈറ്റനിങ് ആണെങ്കിൽ വൈറ്റനിങ് സിറം ഇതിൽ ആഡ് ചെയ്യും. പിമ്പിൾസ് ആണെങ്കിൽ പിമ്പിൾസിനുള്ള സിറം ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന സിറം സാധാരണ മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണോ? നമുക്കിത് അവൈലബിൾ അല്ല. ഇവിടെ ഇമ്പോർട്ടഡ് ആണ് പ്രോഡക്റ്റുകൾ. ഹൈലി എക്സ്പെൻസീവ് ആണ്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവ്. നോർമൽ 12 ആണ്. പിന്നെ ഒരു സ്കിന്നിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. 12 to 15 minutes ആണ് മാക്സിമം നമുക്ക് അലൗഡ് ആയിട്ടുള്ള ടൈം വരുന്നത്. ഈ 12 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 12 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്ത് തുടച്ച് മാറ്റണം. ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 12 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് വൈപ്പ് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മൈക്രോ ഡെർമാബ്രേഷനാണ്. നോർമൽ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഡെർമാബ്രേഷൻ യൂസ് ചെയ്യുന്നത്. വളരെ ഡീപ്പായി സ്കിന്നിനെ പീൽ ചെയ്ത് മാറ്റാനുള്ള കഴിവ് ഡെർമാബ്രേഷനുണ്ട്. അപ്പോൾ നോർമൽ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള റിസൾട്ട് കിട്ടും. സാധാരണ സ്ക്രബിൽ നിന്ന് വ്യത്യാസമാണ് ഡെർമാബ്രേഷൻ. അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എക്സ്പോളിയേഷന് വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു ഫീലിംഗ് നടക്കുന്നതുകൊണ്ട് ഡെഡ് സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ട് വളരെ ഗ്ലോ സ്കിന്നിന് മസാജ് ചെയ്ത് കൊടുക്കും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ചെയ്യാൻ. ഇതിലുള്ള ഗ്രാനുവൽസ് കുറച്ച് ഷാർപ്പാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് അതെ. എത്ര സമയം എടുക്കും ഈ ഒരു സ്ക്രബ്? 3 to 4 minutes. എന്തുകൊണ്ടാണ് ഇതിനൊരു സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ കാരണം? വളരെയധികം റിസൾട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണിത്. നോർമൽ ഒരു ഫേഷ്യലിൻ്റെ കാറ്റഗറിയിലൊന്നും നമുക്കിതിനെ വരുത്താനായിട്ട് പറ്റില്ല. ഒറ്റ സിറ്റിങ്ങിൽ തന്നെ വളരെയധികം റിസൾട്ട്, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. സാധാരണ ഇതിന് മസാജ് കൂടുന്തോറും എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഡെഡ് സ്കിന്നിന് കംപ്ലീറ്റ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ടുള്ള റിസൾട്ട് ഇതിന് ഡെർമാബ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. സാധാരണ ഇത് എല്ലാ ബ്യൂട്ടി പാർലറിലും ഉപയോഗിക്കാറുണ്ട് ഈ ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്? നോർമലി വളരെ അപൂർവമായിട്ടാണ് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. വളരെയധികം എഫിഷ്യൻസി നമുക്ക് ആവശ്യമാണ്, എക്സ്പീരിയൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതലായി ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവാനും സാധ്യത. എത്ര സിറ്റിങ്ങിലായിരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നമുക്ക്? സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ റിസൾട്ട് കാണിക്കും. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ 2-3 സിറ്റിങ് ചെയ്യേണ്ടതായിട്ട് വരും.
എന്താണ് അടുത്തൊരു നെക്സ്റ്റ് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു സ്കിൻ വൈറ്റനിങ് മാസ്ക് ആണ്. വളരെ ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ കാര്യം കട്ടായി പോകും. തിക്കായിട്ട് തന്നെ ഗോൾസ് നമ്മുടെ ഇടുന്നത്. അതെ, ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മളിത് പീൽ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്രയും തിക്കായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കതൊരു എഫക്റ്റീവോട് കൂടി അത് സ്കിൻ ടൈറ്റനിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. എത്ര സമയം നമ്മളതൊരു സെറ്റ് ചെയ്യാം? 15 to 20 minutes ആണ് വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്കൊരു ഫേസ് മാസ്ക് പോലെ ഓൾമോസ്റ്റ് 20 minutes കഴിഞ്ഞു നമുക്ക് മാസ്ക് റിമൂവ് ചെയ്യാം. സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു ഫൈനൽ ഔട്ടിൽ പോകാം. ഓൾമോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് വിസിബിൾ ആണ് ഷൈനിങ്, നാച്ചുറൽ ആയിട്ടുള്ള ഷൈനിങ്. ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തായിരിക്കും? ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. സൺസ്ക്രീൻ SPF 40 above ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ നൈറ്റ് ക്രീം ഇതിൻ്റെ കൂടെ കൊടുത്ത് വരുന്നുണ്ട്. അത് ഡെയിലി 10 ദിവസം വരെ നമ്മൾ അപ്ലൈ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. സൈഡ് എഫക്ട്സ് എന്തെങ്കിലും? സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്കിത് അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഓൾമോസ്റ്റ് ഒരു സിറ്റിങ്ങിന് 2000 ആണ് റേറ്റ് വരുന്നത്. ഒരു 10 ഫേഷ്യലൊക്കെ ചെയ്യുന്ന റിസൾട്ട് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓരോ ആഘോഷങ്ങളും വ്യത്യസ്തമായി ആത്മവിശ്വാസത്തോടെ ഒരുങ്ങാൻ നമ്മളെല്ലാവരും സ്വർണത്തെ ആശ്രയിക്കാറാണ്. ഇതിനായി വിശ്രമമില്ലാത്ത ശ്രമങ്ങളാണ് സ്വർണ്ണ വിപണിയിലെ പ്രഗത്ഭരായ ഭീമ ജ്വല്ലറി നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത്. ഭീമ ജ്വല്ലറിയുടെ കൊച്ചിയിലുള്ള MG റോഡ് ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് വെറൈറ്റി പാറ്റേൺസും ന്യൂ കളക്ഷൻസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പറഞ്ഞേട്ടാ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് പുതുമകളെ സമ്മാനിക്കാൻ പോകുന്നു? ഇന്ന് നമുക്ക് ആന്റിക്കിലെ പോൾക്കി വിഭാഗത്തിൽപ്പെട്ട 1-2 ആഭരണങ്ങളൊന്നും കണ്ടുവയ്ക്കാം. പോൾക്കി ഡിസൈനിലാണ് ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. പോൾക്കി ഡിസൈനിലുള്ള ഓർണമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് പോൾക്കി ഡിസൈനിലുള്ള ബാങ്കിൾ അല്ലേ? ഇത് ശരിക്കും നല്ല തിക്കായിട്ടുള്ള പോൾക്കി വർക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ചെറിയ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് ഏതാണ് സ്റ്റോൺ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ഷൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്റ്റോണിലാണ് അധികം ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് തന്നെ നല്ല റൂബിയുടെ ഫ്ലവറും കൊടുത്തപ്പോൾ അതിനൊരു ശരിക്കും അല്ലേ നല്ലൊരു പ്രൊജക്ഷനും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരിത്. ഏത് ഇതിന്റെ കൂടി നമുക്ക് കോസ്റ്റ്യൂമിന്റെ കൂടി സൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഇതല്ലേ? യൂസ് ചെയ്യാൻ പറ്റുന്ന കാണാനായിട്ട്. ഇത് ശരിക്കും എത്ര പവനൊക്കെ വരും? ഇതിന് ഒരു 4 പവനൊക്കെ. 4 പവനേ ഉള്ളൂ അല്ലേ? ഗോൾഡ് വെയിറ്റ് 4 പവനേ വരുന്നുള്ളൂ. നല്ലൊരു സെറ്റാണ്. ഇതിന്റെ സ്ക്രൂ ഒക്കെ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഭയങ്കര ഇതായിട്ടുണ്ട്. അതിലൊരു ഫ്ലവർ പോലെയൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്ക്രൂ നമുക്ക് സാധാരണ വളയിലൊക്കെ നമ്മൾ സ്ക്രൂ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ശരിക്കും അവിടെ ഒരു ഫ്ലവർ പോലെ നിൽക്കുന്നത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് കണ്ട ഈ ഒരു കട്ടിങ് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയും ശരിക്കും ജോയിൻ ചെയ്തിട്ടാണ് അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഇനി പണിക്കൂലി എന്തായാലും നല്ലോണം ഉണ്ടാവും. കാരണം ഇത്രയും വർക്ക് ഇത് ഇതാണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പണിക്കൂലിനെ കുറിച്ച് ചോദിക്കുന്നില്ല. കുറവാണോ? ശരി. ഇത് തന്നെ. അപ്പോൾ ഇത് പോൾക്കി വർക്കിൽ തന്നെ ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. ഓരോ 2 ഫ്ലവേഴ്സ് വരുന്ന രീതിയിലുള്ള ഒരു പോൾക്കി വർക്ക്. ഈ സ്റ്റോണിൻ്റെ എല്ലാം സെൻട്രൽ പോർഷനിൽ ചെറിയ എന്താണ് റെഡ് ഗ്രീൻ കോമ്പിനേഷനിൽ സ്റ്റോൺ കൊടുത്തിരിക്കുകയാണ്. ഒരു ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ഫ്ലവറും റെഡ് കൊടുത്തിരിക്കുന്നത്, 2 ഫ്ലവർ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഗ്രീൻ കൊടുത്തിരിക്കുന്നത്. അതിന് ഫുൾ ആ ഒരു ഇതിലാണ് പോയിരിക്കുന്നത്. 2 ഫ്ലവേഴ്സാണ് വന്നത്. അതിൻ്റെ ഇടയിൽ നല്ലൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു രസമായിട്ട്
വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ സൈഡിൽ ഈ ഒരു ഇതിനൊരു ഒരു ഫ്ലവർ വന്നിട്ട് ഓക്കെ, ഒരു ഫ്ലവർ വന്നിട്ട് സിമ്പിൾ ആയിട്ട് അല്ലേ. ഇത് ആ 2 ഫ്ലവർ വെച്ചിട്ട് ഇത് ഒരു 2 പവനൊക്കെ വരുമായിരിക്കും അല്ലേ. ഒരു 3 പവൻ. 3 പവൻ. അതിന് വെയിറ്റ് ഉണ്ടല്ലോ അതനുസരിച്ച്. കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രെയിം 2 വരുന്നുണ്ട്. ഈ 2 ഫ്രെയിം വീതി കുറഞ്ഞാലും വേണം. അത് ബേസാണ്. ഈ 2 ഫ്രെയിം വന്നേ പറ്റുള്ളൂ. നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ മാത്രമേ ഫ്ലവർ മാത്രം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റ് അപ്പോൾ അതിന്റെ മാത്രം വലിയൊരു ചേഞ്ച് വരില്ല. വിസിബിലിറ്റി ചിലർക്ക് അങ്ങനെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് വെയിറ്റിന്റെ മാത്രമായിരിക്കില്ല, അത്രയും മതി രീതി അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ശരിക്കും അതുകൊണ്ടാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. പക്ഷെ നമുക്കൊരു സാരിയുടെ കൂടെ അല്ലെങ്കിൽ നല്ലൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ഒരു വള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിംഗറിങ് നൈസ്, നല്ല ഫിംഗറിങ് ആണ്. ഇതിലൊരു വൈറ്റ് സ്റ്റോണിന്റെ കൂടുതലായിട്ട് സ്റ്റോൺ ആണ് വന്നിരിക്കുന്നത്, ഗോൾഡിനേക്കാളും കൂടുതൽ. പിന്നെ അതിന്റെ നടുവിലൊരു റൂബി, ഒരു ഫ്ലവർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് ഗോൾഡ് റിംഗ് അല്ല, നമ്മളിത് അൺകട്ട് ഡയമണ്ടിന്റെ റിംഗ്സ് എന്നുള്ള ഇതിലാവുമ്പോൾ ഡയമണ്ടിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡയമണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇത് റിംഗ് ശരിക്കും റിംഗിൽ മാത്രമേ ഉള്ളൂ, ഗോൾഡ് ശരിക്കും റിംഗിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. വേണ്ട, റിംഗ് ഗോൾഡിൽ ചെയ്തിട്ട് ബാക്കിയെല്ലാം അൺകട്ട് ഡയമണ്ട്സിലെല്ലാം ആ പോർഷൻ മാത്രം വരുന്ന രീതിയിൽ അല്ലേ. ഓക്കെ, റിംഗ് ഹൈഡ് ചെയ്ത് ആ ഒരു നല്ലൊരു ഫ്ലവറിന്റെ ഒരു ഷേപ്പിലാണ് വന്നത്. അതിന്റെ സെന്റർ പോർഷനിലൊരു റൂബിയും കൂടി ആയപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിംഗ് അല്ലേ. വേറൊരു ഷേപ്പ് അല്ലേ ഇതിന്റെ ഒരു. ഓക്കെ, ഡയമണ്ട് ഷേപ്പിൽ ഇത് വന്നേക്കാം. ഡയമണ്ട് ഷേപ്പിൽ നടുവിൽ പിന്നെ ചെറിയ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ നല്ല രസമായിട്ട്. ഇതെല്ലാം പോൾക്കിയാണ് അല്ലേ, ഫുൾ പോൾക്കി ഡിസൈനിലാണ്. ഇതിന്റെ ഒരു വേറെ ഷേപ്പ്, ഡിഫറെന്റ് ഷേപ്പ് മാത്രം മാറുന്നുള്ളൂ അല്ലേ. ആ ഒരു കോമ്പിനേഷനെല്ലാം നമ്മള് വേറെ വേറെ ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സ്റ്റോൺസ് സെന്റർ പോർഷൻ നമ്മുടെ ഒരേ പോലെ അല്ലേ. ഓക്കെ ഓക്കെ, ഇതെല്ലാം കോമ്പിനേഷൻസ് ഒരുപോലെയുള്ള പാറ്റേൺസ് അല്ലേ. ഓരോരുത്തർ ഷേപ്പിലാണ് ഓരോരുത്തർ ടേസ്റ്റ്. ചെറിയ ഇയറിങ്സ് ഒക്കെയാണ്, അതേ ഷേപ്പിൽ തന്നെ പെൻഡന്റിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് വന്നത്. അതിന്റെ ഒരു മിനിയേച്ചർ ഫോം. ഇതെല്ലാം ചെയിൻ ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ. ലോക്കറ്റിനാണ് വന്നിരിക്കുന്നത് അല്ലേ. ജസ്റ്റ് ഭംഗി കിട്ടില്ല. ഓക്കെ, എന്റെ കുറച്ച് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെയിം പോൾക്കി ഡിസൈനിൽ തന്നെ വന്നതാണ്. അതിന്റെ നടുവിലൊരു മെറൂൺ കളർ അല്ലേ സ്റ്റോണും, അതിൽ തന്നെ പോൾക്കി ഡിസൈനിൽ തന്നെ ഉള്ളൊരു ഓവൽ ഷേപ്പിലുള്ളൊരു ഇതാ വന്നിരിക്കുന്നത് അല്ലേ. ഇയറിങ്സ് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള, ഹാങ്ങിങ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ശരിക്കും പറ്റിയൊരു ഇതാണ് അല്ലേ. ഇത് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്, പോൾക്കി ഡിസൈൻ. ഇത് സിമ്പിൾ ആയിട്ടുള്ള, ഇത് കുറച്ച് ഹാങ്ങിങ് ഉണ്ട്. വാങ്ങാൻ പറ്റുന്ന ഒരു ചെയ്ത് വെക്കാം അല്ല. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമലായിട്ട് തന്നെ. പിന്നെ ഇയറിങ്സ് ആണെങ്കിലും ഒരു സെപ്പറേഷൻ അല്ലേ, ആ ഒരു സെയിം ഡിസൈൻ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷെ ഗ്രീൻ സിമ്പിൾ ആയിട്ട് ന്യൂ ജനറേഷനിലേക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മാറും ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ, ശരിക്കും ഒരു ഡയമണ്ട് ലുക്ക് തന്നെയാണ്. അതില് ഈ ഒരു വർക്കിന് എന്തായിരുന്നു പറയുന്നത്, ഫിൽഗിരി വർക്ക് അല്ലേ. വയർ ടൈപ്പ് വർക്ക് അതല്ലേ.
സെയിം ഇതാണ് വന്നിട്ടുള്ളത് അല്ലേ? ഫിറ്റിങ്ങിന്റെ കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. മാത്രമേ പക്ഷെ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ട് അതിന്റെ ഇത് പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ? ഈ ഒരു സ്റ്റോൺ വന്നത് അതിന്റെ ട്രാൻസ്പെറന്റ് ആണ്. ആ ഒരു ഭംഗി, ആ ഒരു എന്താ പറയാ, ഒരു റിഫ്ലക്ഷനും ഗോൾഡിന്റെ ഒരു ലൈറ്റ്സിന്റെ റിഫ്ലക്ഷനൊക്കെ ശരിക്കും ആ ഒരു സ്റ്റോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫിൽഗ്രി വർക്കും അതിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ, മെറൂൺ കളറ് സ്റ്റോൺസ്. അതല്ലേ രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ശരിക്കും. അപ്പൊ ധൈര്യമായിട്ട് ഇടാട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. പോൾക്കി വർക്ക് നൈസ്. പക്ഷേ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒറിജിനൽ ആൾക്കാരുടെ അതിനേക്കാളും തന്നെയാണ്. പക്ഷെ നമ്മള് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന വ്യത്യാസം പെട്ടെന്ന് ഡയമണ്ട് ബാഗിലിടുന്ന നമ്മളടുത്ത് വെക്കുമ്പോഴും ശരിക്കും ആ ഒരു ഡിഫറൻസ് സ്റ്റോണിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈവൻ ഒരു വളയായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല, രണ്ടും കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാല് ഒരിക്കലും മനസ്സിലാവില്ല അല്ലേ? ഇത്രയാണ് നമുക്ക് അൺകട്ട് ഡയമണ്ടിൽ തൽക്കാലം പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോറൂമിൽ നേരിട്ട് വരുമ്പോൾ നമുക്ക് കാണാം അല്ലേ? അപ്പൊ നമ്മളിന്ന് പോൾക്കി ഡിസൈനിലുള്ള ഓർണമെന്റ്സ് ആണ് കണ്ടത്. അതിന്റെ നെക്ലസ് ഉണ്ട്, അതുപോലെ തന്നെ ഇയറിങ്സും ബാംഗിൾസും റിങ്സും എല്ലാം കണ്ടു. അതെല്ലാം ഒരുപാട് എന്താ പറയുക വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ കാണിച്ചാൽ അതിന് കുറച്ച് മാത്രം നമുക്കൊരു ടൈമിന്റെ ഒരു അല്ലേ പരിമിതി മൂലം കുറച്ച് ഐറ്റംസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും പുതുമയാർന്ന എപ്പിസോഡുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഭീമ ഗോൾഡ് ചമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം